അസ്സലാമലൈക്കും, വെൽക്കം ടു ലജീസ് ഡെലിക്കസീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് റോസ്റ്റ് ആൻഡ് ചപ്പാത്തിയാണ്. അപ്പോൾ എഗ് റോസ്റ്റിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. എഗ്ഗ്, സവാള, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, പെപ്പർ, ഗരം മസാല. ആദ്യം ഒരു പാന് ചൂടാക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കട്ട് ചെയ്തത് 3 സവാളയാണ്. അപ്പോൾ 3 സവാളയും 2 പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സോട്ട് ചെയ്യുക. നല്ലോണം സോട്ട് ചെയ്ത് വന്നതിന് ശേഷം 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. പിന്നെ മസാലപ്പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴച്ചതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം പിന്നെ പെപ്പർ പൊടിയാണ് ഞാൻ ഇവിടെ ഇടുന്നത്. പെപ്പർ പൊടി ഇട്ടിട്ട് നല്ലൊന്ന് വഴച്ചതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുക. അത് നല്ല സ്മാഷായി വന്നതിന് ശേഷം നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി കുറച്ച് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുത്ത് പിന്നെ നല്ലോണം ഇളക്കി ആ വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം നല്ല വെള്ളം വറ്റിയതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്ത് ഒരു റോ സ്മെല്ലെല്ലാം പോയതിന് ശേഷം ഓരോ എഗ്ഗ് വീതം ഞാൻ ഇവിടെ 4 എഗ്ഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു എഗ്ഗ് വീതം ഇങ്ങനെയാണ് ഞാൻ ഉടച്ചൊഴിക്കുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് ആ മസാല മേലെ കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തു. അതിന് ശേഷം ഒരു ഹാൻഡ്ഫുൾ ഓഫ് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുത്ത് അതിന് എല്ലാ സൈഡും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സർവിങ് ബൗളിലോട്ട് ഇതെല്ലാം മാറ്റുന്നതാണ്. എഗ് റോസ്റ്റ് നമുക്ക് പൊതുവേ എല്ലാ ചപ്പാത്തി, നൂൽപുട്ട്, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണേ.